ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ അവധിക്കാലമൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് ഇന്നത്തെ. സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ വളരെ പെട്ടെന്ന് 10 മിനിറ്റിലൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി 3 ലഞ്ച് ബോക്സ് റെസിപ്പീസാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളോ ഒന്നും വേണ്ട കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 2-3 ഗ്രാമ്പൂ, ചെറിയൊരു പീസ് പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി നല്ല പേസ്റ്റ് പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ തക്കാളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്ന പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ പൊടിയുടെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ്. തീരെ ചെറിയ തക്കാളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഈ തക്കാളിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വാടി ഒന്ന് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു 2 കപ്പ് അളവിലുള്ള ബസ്മതി റൈസാണ്. ഈ ഒരു റൈസ് ഞാൻ വെറുതെ ഉപ്പിട്ട് അതുപോലെ അല്പം ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു അളവാണ് 2 കപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി. അപ്പോൾ ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഇതിന് വേണ്ടി നമുക്ക് കൈമ അരിയോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ വേറെ കറികളോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഒരു സലാഡ് മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി അരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേവിച്ച് കഴിഞ്ഞിട്ടുള്ള അളവാണ് 1 കപ്പ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടറ്റോ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരണം, അത്രയും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. ഇത് എല്ലില്ലാത്ത ചിക്കൻ, കുറച്ച് ചിക്കൻ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ചിക്കൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി അരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേവിച്ച് കഴിഞ്ഞിട്ടുള്ള അളവാണ് 2 കപ്പ്. ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആലു ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഒരു സലാഡ് കൂടെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 3 റെസിപ്പീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്